സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ അത്യാവശ്യം സ്ട്രാറ്റജിനെ കുറിച്ചും എക്സിക്യൂഷനെ കുറിച്ചൊക്കെ കവർ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കിയാലോ? പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലെ? 9:28 അപ്പോൾ എല്ലാവരും നോക്കുക. 15 മിനിറ്റ്സിൽ ഒരു ബുള്ളിഷ് ഓർ ബെയറിഷ് മർബസു ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ഇന്ന് മാർക്കറ്റ് സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുള്ളിഷ് തൽക്കാലം പ്രയോറിറ്റൈസ് ചെയ്യാം. നിഫ്റ്റി 50-ൽ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി പോവാം. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാവോ? ചാറ്റ് ബോക്സിൽ ഏതാണ്? ജിയോഫിൻ, ഇൻഡസിൻഡ് ബാങ്ക്, SBI അല്ലേ? ഓക്കെ, ജിയോഫിൻ, SBI. ഏകദേശം ഒരു 9:29-30 ആയിട്ട് നോക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SBI നോക്കുകയാണെങ്കിൽ ഒരു ഡോജി പോലെയാണ് കാണുന്നത് അല്ലെ? മർബസു കാൻഡിൽസ്, ഇൻഫോസിസ്, നെസ്ല ഇന്ത്യ. ഇൻഫോസിസ് ഓക്കെ ആണോ? നെസ്ല ഇന്ത്യ ഓക്കെ ആണല്ലേ? ഇൻഫോസിസിന്റെ ബിഗ് ക്യാൻഡിൽ ആകുമ്പോൾ എടുക്കാൻ പറ്റുമോ നമുക്ക്? നോർമൽ ക്യാൻഡിലേക്കാൾ ബിഗ് ക്യാൻഡിൽ 15 മിനിറ്റിൽ ഫോം ചെയ്തിരിക്കുന്നു. ഏതാണ്? ഇൻഫോസിസ് അല്ലേ? ഇൻഫോസിസിന്റെ അത്രയും ബിഗ് ക്യാൻഡിൽ നമുക്ക് എടുക്കാം. നോക്കാം. ഇത് ടു ബിഗ് ആയിരിക്കാം. നമുക്കൊന്ന് അളന്ന് നോക്കാം. നമുക്ക് ATR വെച്ചിട്ട് ഏകദേശം ഒരു 10 രൂപയിലും താഴെ ആയിരിക്കണം അല്ലെ? അപ്പോ ഇവിടം തുടങ്ങി ഇവിടം വരെ ഏകദേശം ഒരു 11 രൂപയുണ്ട്. സ്ലൈറ്റ്ലി ബിഗ് അല്ലെ? പിന്നെ ഏതാണ് പറഞ്ഞത്? ഇൻഫോസിസ് കഴിഞ്ഞിട്ട് കൊട്ടാക് മഹീന്ദ്ര, വേറെ ഏത് പറഞ്ഞല്ലോ? നെസ്ല ഇന്ത്യ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? നെസ്ല ഇന്ത്യ നമുക്ക് നോക്കാം. നെസ്ല ഇന്ത്യ ഒരു 12 രൂപയേക്കാൾ താഴെ ആയിരിക്കണം. 13 ഉണ്ട്, ജസ്റ്റ് മേലെയാണ്. ഇൻഫോസിസ്, കൊട്ടാക് മഹീന്ദ്ര. ചില ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ല സ്പൈക്ക് ചെയ്ത് പോകുമ്പോൾ എല്ലാം വലിയ കാൻഡിൽസ് ആയിരിക്കും. അപ്പോൾ ഉള്ളതിൽ ചെറുത് നോക്കി നമുക്ക് എടുക്കാം. കൊട്ടാക്, TCS ഓക്കെ ആണല്ലേ? TCS കാണുമ്പോൾ നമുക്കറിയാം 16 രൂപ വേണം. അതിന് പകരം നമുക്ക് ഏകദേശം ഒരു 9 രൂപ TCS നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. 3 മിനിറ്റ്സിലേക്ക് പോയിട്ട് 5 മിനിറ്റിൽ തന്നെ നമുക്ക് ആ ബോഡി ഒന്ന് വരച്ചിടാം അല്ലെ? TCS ഓക്കെ. അപ്പോൾ TCS ഇപ്പൊ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് നല്ല സ്ട്രോങ്ങിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പൺ ക്യാൻഡിലും അതുപോലെ ക്ലോസ് ക്യാൻഡിലും ഒന്ന് മാർക്ക് ചെയ്യാം. ഓപ്പൺ റെഡും ക്ലോസ് ബ്ലൂ അല്ലെ? ഇപ്പോ 9:31 ആയിട്ടുള്ളൂ. അവന് 33ന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം അതുവരെ. അങ്ങനെ വലിയൊരു ക്യാൻഡിൽ ആണെങ്കിൽ എടുക്കാതിരിക്കാം. അതായത് ഇപ്പൊ ഇത്രയും മൂവ് ചെയ്തു, ഭയങ്കരമായിട്ട് മൂവ് ചെയ്താൽ നമുക്ക് എടുക്കാതിരിക്കാം. ഓക്കെ, TCS, ബജാജ് ഫിൻസർവ്. TCS ഒന്ന് ഓർത്ത് വെക്കണേ, TCS അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ TCS ഇത് നമുക്ക് റെഡ് ലിസ്റ്റിലിട്ട് പോവാം തൽക്കാലം. TCS, ബജാജ് ഫിൻസർവ് അല്ലെ? ബജാജ് ഫിൻസർവ് ആരാ എഴുതിയേക്കുന്നത്? വിഷ്ണു. ബജാജ് ഫിൻസർവ് കുറച്ച് അപ്പർ വിക്ക് കൂടുതലല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോഡിയുടെ പകുതിയൊക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം ബോഡിയുടെ 5-1 താഴെ വേണം. പിന്നെ ബജാജ് ഫിൻസർവ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, പക്ഷെ ഈ ഒരു ഹൈനെ, ഇതിനു മുമ്പുള്ള ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല സ്റ്റിൽ.
ഓക്കെ, അപ്പൊ നമുക്ക് TCS അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് 9:33 ആ ക്യാൻഡിൽ ക്ലോസ് ആയി അല്ലെ. TCS തന്നെ എടുക്കാം നമുക്ക്. TCS ആ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് അടുത്ത ക്യാൻഡിൽ ടോപ്പിൽ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലെ. ആ ഒരു ക്യാൻഡിൽ അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കണം. അപ്പൊ ശരിക്കും അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തതിന് ഓൾമോസ്റ്റ് സമയമായിട്ട് കാണാം. കാരണം അതിന്റെ അടുത്ത ക്യാൻഡിൽ അതിനെ പാസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ TCS എടുക്കാം. നമ്മുടെ റൂൾ അനുസരിച്ച് കറക്റ്റ് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും നോക്കി വരാം. TCS ട്രെൻഡ് ഇത് 50-50 സ്റ്റോക്ക് അല്ലല്ലോ. ഓക്കെ, നോക്കാം. ട്രെൻഡും നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആവാൻ ബുള്ളിഷ് മർബസ് ആവാൻ സാധ്യതയുണ്ട്. ഇല്ല, ഹാമർ ആണ് അല്ലെ. മുകളിൽ വിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഈ ബുള്ളിഷ് ഹാമറും നമുക്ക് ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാർക്ക് ചെയ്യാം. അതായത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, നല്ല ബുള്ളിഷ് ആണ്. മർബസുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ടാറ്റോ കൺസ്യൂമർ ബയറിഷ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നമുക്ക് ബയറിഷ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം താഴെ വിക്ക് ഉണ്ട് അല്ലെ. അപ്പൊ ബയറിഷ് ക്യാൻഡിലിൽ മുകളിൽ ഇത്ര വിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ താഴെ വളരെ സ്ട്രോങ് വിക്ക് ഉണ്ട്. നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഹിൻഡാൽകോ ഓക്കെയാണ്. ഹിൻഡാൽകോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിടാം, ബോഡി ഒന്ന് മാർക്ക് ചെയ്തിടാം. ഹിൻഡാൽകോ ഓപ്പൺ ക്യാൻഡിൽ, ഓപ്പൺ സ്ക്രീൻ ഷെയർ ചെയ്യോ സാറ്? സാറ് കാണിക്കുന്ന സ്ക്രീൻ ഷെയർഡ് അല്ലേ? ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പഴാ വന്ന? ഇല്ല, വന്നില്ല. മറ്റെല്ലാവർക്കും എങ്ങനെയാണ്? സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? കാണാമായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കാണുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞോട്ടോ, കാരണം ഇവിടുത്തെ പ്രശ്നമാവാം. ഓക്കെ, അപ്പൊ ഹിൻഡാൽകോ ഓക്കെയാണ് അല്ലെ. ഓൾമോസ്റ്റ് ഒരു നല്ല സ്ട്രോങ് ബെയറിഷ് ബുള്ളിഷ് മർവസും ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല, പക്ഷെ ബുള്ളിഷ് മർവസും ആണ്. അപ്പൊ ബോഡിയുടെ 5-1 താഴെ വിക്ക്. അതുപോലെ ബോഡി കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 180R കൂടുതലുള്ളതായിട്ടാണ് തോന്നുന്നത്. 280R ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ തന്നെ അതൊന്ന് അളക്കാം. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ATR എടുത്ത് അളന്ന് നോക്കിയാൽ മതി. ATR 3 രൂപയാണ്. അപ്പൊ 3 രൂപയേക്കാളും മേലെ വേണം, 6 രൂപയേക്കാളും മേലെ ഉണ്ടാവാൻ പാടില്ല അല്ലെ. 2.45 ഉള്ളു. അപ്പൊ ഒരു സ്മോൾ ക്യാൻഡിൽ ആയിട്ട് കൂടാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇവിടെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എടുക്കാം. ഹിൻഡാൽകോ ഉണ്ട്, TCS ഉണ്ട്. ഇപ്പോ TCS അങ്ങ് കയറിപ്പോയല്ലോ. TCS ആണ് കയറിപ്പോയി. അപ്പൊ പിന്നെ നമുക്ക് അത് എടുക്കാൻ നിൽക്കണ്ട. കാരണം നമ്മളുടെ റൂൾ അനുസരിച്ച് നമുക്ക് 3 മിനിറ്റ്സിന്റെ ക്ലോസ് കിട്ടണമായിരുന്നല്ലോ. അപ്പൊ ആ ക്ലോസ് ഭയങ്കരമായിട്ട് കയറിപ്പോയി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് റൂൾ അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. തൊട്ടുമുന്നത്തെ ക്യാൻഡില് 3 മിനിറ്റ്സ് ആവുന്നു. ഇതിന് ഇപ്പൊ ക്ലോസ് ചെയ്ത് അത് സെയിം ഇതിലാണ് ക്ലോസ് ചെയ്തോണ്ടാണോ എടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്? ഒരുപാട് കയറിപ്പോയിന്ന് മാത്രം. അപ്പൊ വേറെ വല്ലതും ഉണ്ടെങ്കിൽ, ഓപ്ഷണലി വേറെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രിഫർ ചെയ്യാം. അധികം കയറിപ്പോയി അത്രയും നമ്മൾ കൂടുതൽ മൂവ് ചെയ്യേണ്ട വരും, ടാർഗറ്റ് അടിക്കാം. ഇപ്പൊ മാർക്ക് ചെയ്തതിന് തൊട്ട് മുന്നിൽ 3 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ലേ? ഏതാണ് ഇപ്പൊ മാർക്ക് ചെയ്ത ക്യാൻഡിൽ TCS ഇപ്പൊ മാർക്ക് ചെയ്ത ക്യാൻഡിൽ തൊട്ട് മുന്നിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, അത് എടുക്കാൻ പാടില്ല. ആക്ച്വലി നമുക്ക് ഈ ബ്ലൂ ലൈനിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ ബൈ ചെയ്യേണ്ടത്. അപ്പൊ അത് വളരെ അധികം മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുന്നത് റിസ്ക് ആണ്. അത്രയും മൂവ് ചെയ്യേണ്ടവർ നമ്മുടെ ടാർഗറ്റ് അടിക്കാൻ. അപ്പൊ വേറൊരു ഓപ്ഷൻ, നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കാം, നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോ നമ്മള് ആ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ബോഡിയുടെ ഇരട്ടി മൂവ് ചെയ്തു ഓൾമോസ്റ്റ് അല്ലെ. അത്ര തന്നെ മൂവ് ചെയ്തു ഏകദേശം. നമുക്ക് ഇപ്പൊ നിലവിൽ വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വേണമെങ്കിൽ ഇത് എടുക്കാം. ഓക്കെ, അപ്പൊ ഒരു 3-4 ഓപ്ഷൻസ് മാക്സിമം കണ്ടുവയ്ക്കാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ അധികം കയറി പോകണ സാധനങ്ങൾ എടുക്കാതിരിക്കാം. വലിയ ക്യാൻഡിൽ
280 വലിയ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നിലവിൽ വേറെ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് TCS തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. എനിവേ നമ്മളിപ്പോ ഇന്നത്തെ കേസിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ട്രേഡ് ചെയ്യാം അല്ലെ. ആദ്യത്തെ ഒരു 3 ദിവസം നിങ്ങൾ മാക്സിമം ഒരു ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യാൻ നോക്കാം. ഇൻഡസ്ഇൻഡിയൻ ബാങ്ക് നോക്കാം. ഇൻഡസ്ഇൻഡിയൻ ബാങ്ക് ഇൻഫിനിറ്റി നോക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഇൻഡസ്ഇൻഡിയൻ ബാങ്ക് ഇല്ല ഓൾറെഡി. ഓ ഇൻഫി നോക്കാൻ പറ്റില്ല. ഇൻഫി എന്താണ്? ഇൻഫി ഇത് ഓക്കെയാണ് കേട്ടോ. ഇൻഡസ്ഇൻഡിയൻ ബാങ്ക് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഓ പക്ഷെ ഇത് മറബസു ക്യാൻഡിലല്ല. ഓക്കെ, ഏതാ പറഞ്ഞ? ഇൻഫോസിസ് ആണോ? അതെ അതെ. ഇൻഫോസിസ് ഇൻഫോസിസ് നോക്കാം, കുഴപ്പമില്ല. ഇൻഫോസിസ് ഇപ്പൊ 3 മിനിറ്റിന്റെ ക്യാൻഡില് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിന്റെ മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എടുത്തോ, ഇത് വലിയ കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ഫസ്റ്റ് 5 ക്യാൻഡിൽസ് ആണ് നമ്മളുടെ 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അധികം കയറി പോയിട്ടില്ല പ്രൈസ് അല്ലെ. അപ്പൊ നമുക്കൊരു റെഡ് ലൈൻ വരയ്ക്കാം. ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ട് അല്ലെ, ഇപ്പൊ 3 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ മേലെ ഇപ്പൊ ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, നിലവിലുള്ള പ്രൈസിന് മാർക്കറ്റ് ഓർഡറിന് ബൈ ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർജറ്റ് ഏകദേശം ഇവിടെ വെക്കുക. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും നോക്കിയതിന് ശേഷം ടാർജറ്റ് അളക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അത്ര തന്നെ ടാർജറ്റ് ആയിരിക്കണം. ഇവിടുന്ന് ഇവിടേക്ക് 15 രൂപയാണെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് 15 രൂപ. അപ്പൊ എല്ലാവരും ട്രേഡ് എടുത്തോ. അപ്പൊ അത് അധികം കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങളൊരു 4-5 സ്റ്റോക്ക് 3-4 സ്റ്റോക്ക് നോക്കി വെച്ചിട്ട് അതില് ഒരെണ്ണം കിട്ടണത് ട്രേഡ് എടുക്കാം. ഇതൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലുണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് ക്യാൻഡിലിന്റെ മുകളിലേക്ക് ഒരു 3 മിനിറ്റിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ബൈ ചെയ്യേണ്ടത്. അപ്പൊ ട്രേഡ് എടുത്തോ എല്ലാവരും. ആ ട്രേഡ് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണ്ടോ നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ അല്ലേ? ഇൻഡസ്ഇൻഡിയൻ അല്ലല്ലോ, ഇൻഫോസിസ് നമ്മൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 3 മിനിറ്റ്സ് ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ആ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ ബെയറിഷ് ആയാലും ബുള്ളിഷ് ആയാലും നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ നമ്മൾ ആലോചിക്കണ്ട, എടുക്കാം. മാർക്കറ്റ് ഓർഡറിന് എടുക്കാം. ബൈ. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റ് ഓർഡറിന് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് 1 മിനിറ്റ് എങ്ങാനും വൈകിയാലും കുഴപ്പമില്ല. ഇപ്പൊ പ്രൈസ് അധികം കയറി പോകണമെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. അവിടെ തന്നെ നിൽക്കുകയോ അതിന്റെ തൊട്ട് താഴെ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ എടുക്കാം. അപ്പൊ ഇപ്പോ എടുത്തതിന് ശേഷം വേണം നമ്മൾ ടാർജറ്റ് അളക്കാൻ. അപ്പൊ കുറച്ചുകൂടി അക്യുറസി ആയിരിക്കും. അതായത് നമുക്കിപ്പോ കിട്ടിയേക്കണത് എത്ര രൂപയ്ക്കാണ് നോക്കുക, 1073 രൂപ 50 പൈസയ്ക്കാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് കിട്ടിയേക്കണത്. അത് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 1073 രൂപ 50 പൈസ വെച്ചിട്ട് ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ, അതായത് ഈ പ്രൈസിനാണ് ആക്ച്വലി നമുക്ക് കിട്ടിയേക്കണം. അപ്പൊ അതിന്റെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 14 രൂപ അല്ലെ, 14 രൂപ 30 പൈസ അത്ര തന്നെ മുകളിലേക്കും, അതായത് 14 രൂപ 30 പൈസ ആണ് റിസ്ക് റിവാർഡ് 1:1. ഇതൊന്ന് വരച്ചു വെച്ചതിന് ശേഷം അവിടെ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ഹാബിറ്റ് ആയിട്ട് അടുത്തൊരു 60 സെക്കൻഡ്സ് 1 മിനിറ്റിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നോക്കാം. ടാർജറ്റ് വെക്കാൻ കുറച്ച് വൈകിയാലും സ്റ്റോപ്പ് ലോസ് 60 സെക്കൻഡ്സിനുള്ളിൽ വെക്കാൻ ശീലിക്കാം. ഓക്കെ, അപ്പൊ കൈയോടെ വെച്ചോ. സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻസിൽ പോയിട്ട് എക്സിറ്റിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ നോക്കി മനസ്സിൽ വെക്കുക. 1059 രൂപ 20 പൈസ അല്ലെ. അപ്പോ SLM ഓർഡർ ആയിട്ടാണ് വെക്കേണ്ടത്, മറക്കണ്ട.
₹1059.20. ശരി. അപ്പൊ പെൻഡിങ് എന്നാണ് കാണിക്കേണ്ടത്. കംപ്ലീറ്റഡ് കാണിച്ചാൽ നിങ്ങൾ വില കൃത്യമായിട്ട് അടിച്ചിട്ടില്ല. ഉടനെ തന്നെ എക്സിറ്റും വെച്ചേക്കാം. എക്സിറ്റ് എത്രയാണ്? ₹1088. എക്സിറ്റ് നമ്മൾ ലിമിറ്റ് ഓർഡർ ആയിട്ടാണ് വെക്കേണ്ടത്. 1088. അപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്തു കഴിഞ്ഞവര്, ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഫിനിഷ് എന്ന് അടിക്കുക, F എന്ന് അടിക്കുക. F. ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് കഴിഞ്ഞതിന് ശേഷം, ട്രേഡ് എടുത്തതിന് ശേഷമല്ല. നമുക്കത് എല്ലാ ദിവസവും ഒന്ന് ട്രാക്ക് ചെയ്യാം, എത്ര സ്പീഡിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വൺസ് ഒരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്താൽ അത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ട്രാക്ക് ചെയ്യാം. അപ്പൊ അത് ഒരു ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രേഡ് എടുക്കാം. ഓക്കെ, എല്ലാവരും ട്രേഡ് എടുത്തോ? പത്ത് 12 പേരാണല്ലോ എഫ് അടിച്ചിട്ടുള്ളൂ. 34 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇഷ്യൂസ്? പറയൂ. അല്ലേ, 10-12 പേരാണ് ട്രേഡ് എടുത്തിട്ടുള്ളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13. സോറി, എഫ് മീൻസ് എന്താണ് ശ്രദ്ധിക്കുക? ട്രേഡ് എടുത്തതിന് ശേഷം എക്സിക്യൂട്ടഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ചാറ്റിൽ അടിക്കുക. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാതെ ഇനി അധികം പഠിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓഡിയോ കട്ടാവുന്നുണ്ടോ? ഞാൻ പറയുന്നതിന്റെ ഓഡിയോ കട്ടായി പോകുന്നുണ്ടോ? തോന്നുന്നില്ല. ഓക്കെ, എല്ലാവരും ട്രേഡ് എടുക്കുക. ഈ ട്രേഡിങ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. എൻട്രി ഈസ് 1070.
70 ആയേക്കാം. ഓക്കെ, എല്ലാവർക്കും ഡിഫറെന്റ് എൻട്രി പോയിന്റ്സ് ആയിരിക്കും സ്ലൈറ്റ്ലി. നമുക്ക് എത്ര പ്രൈസിനാണ് കിട്ടിയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കേണ്ടി വരും. അപ്പൊ എല്ലാവരുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആയിരിക്കും. അത് നോക്കണ്ട. ഹലോ സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോ രാജേഷേ. ഞാൻ സ്റ്റോപ്പ് ലോസ് നമ്മളിത് വെക്കുമ്പോഴേ നമുക്ക് അതായത് ഇപ്പൊ നമ്മൾ എൻട്രി ഫസ്റ്റ് നമ്മൾ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ വരച്ചല്ലോ, എൻട്രി സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ നമ്മൾ 34 രൂപ സ്റ്റോപ്പ് ലോസും അത് വരുന്നുണ്ട്. അത്രയും ഡിഫറൻസ് വരുമോ? ഇല്ല. അപ്പൊ എത്ര രൂപയ്ക്കാണ് എൻട്രി കിട്ടിയത്? 1073 എൻട്രി കിട്ടിയത്. 1073 സ്റ്റോപ്പ് ലോസ് എത്രയാണ്? ഫസ്റ്റ് എന്റെ ചാർട്ടിൽ എന്തോ വ്യത്യാസം. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഞാനും ട്രേഡിംഗ് വ്യൂ തന്നെ എടുത്തേക്കണത്. പക്ഷെ ഞാൻ ഇതില് ഈ പറഞ്ഞ 50 മിനിറ്റ്സ് വെക്കുമ്പോൾ എനിക്ക് 1038 സ്റ്റാർട്ടിങ് കിട്ടുന്നത്. 1064 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ കിട്ടുന്നത്. 15 മിനിറ്റിന്റെ ക്യാൻഡിലിന് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ. 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ഇൻഫോസിസ് അല്ലേ എടുത്തേക്കുന്നേ? അതെ അതെ. ഇൻഫോസിസിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ഓപ്പൺ എത്രയാണ് അവിടെ കാണിക്കുന്നത്? ഫസ്റ്റ് മിനിറ്റ് 15 മിനിറ്റിന്റെ ക്യാൻഡിലല്ലേ? എന്റെ ഓപ്പൺ കാണിക്കുന്നത് 1073 കാണിക്കുന്നത് എനിക്ക്. 1073 ആണോ? അതെ. ഇവിടെ ഒന്ന് നോക്കാവോ? നമ്മൾ മൗസ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ ടോപ്പിൽ കണ്ടോ ഓ എന്ന് പറഞ്ഞ കണ്ടോ? അവിടെ ഒന്ന് നോക്കാവോ, കൺഫേം ചെയ്യാവോ? ഒരു മിനിറ്റ്. കണ്ടോ ഇവിടെ ഓപ്പൺ ഹൈ ലോ ക്ലോസ്, ഈ 4 വാല്യൂസ് കണ്ടോ? ഇവിടെ എത്രയാണ് കാണിക്കുന്നത്? ആ ഒരു ഇത് കാണുന്നില്ല അവിടെ, നോക്കി കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ ചാർട്ടിൻ്റെതാണോ എന്നറിയില്ല. പിസിയിലല്ലേ, കമ്പ്യൂട്ടറിലല്ലേ? അതെ 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 അതെ. അപ്പൊ ഈ മൗസ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ ഈ NSC ഇവിടെ എഴുതിയിട്ടുണ്ടോ? NSC വരെ കാണുന്നുണ്ട്. ഇപ്പൊ അതിന് ട്രാക്ക് ചെയ്തോണ്ടാണോ എനിക്ക്. ആ മൗസ് അവിടെ കൊണ്ടുവയ്ക്കുമ്പോ NSC അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ വാല്യൂ ആണ് കാണിക്കുക. ഓപ്പൺ ഹൈ ലോ ക്ലോസ്, ഈ 4 വാല്യൂസ് കാണിക്കും. ഇൻഫോസിസ് ലിമിറ്റഡ് NSC തന്നെയല്ലേ? തെറ്റിയിട്ടില്ലല്ലോ. ഇൻഫോസിസ് ലിമിറ്റഡ് അതന്നെ, ഇത് തന്നെയാണ് സംഭവം. പക്ഷെ ഈ പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക് അവിടെ കാണുന്ന പോലെ എനിക്ക് ഇതിൽ വരുന്നില്ല. ഇനിയിപ്പോ എന്റെ സെറ്റിംഗ്സിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, എന്നൊന്ന് നോക്കണം. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഈ ട്രേഡിംഗ് വ്യൂ ബ്രോക്കറുടെ പാനലിൽ നിന്നല്ലല്ലോ എടുത്തേക്കുന്നത്? ട്രേഡിംഗ് വ്യൂ തന്നെയല്ലേ? അതെ 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 അതെ. ഒറിജിനൽ ട്രേഡിംഗ് വ്യൂവിൽ എല്ലാവർക്കും NSCയുടെ ചാർട്ട് ആണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഒന്നും അല്ലല്ലോ, ഫ്യൂച്ചേഴ്സിന്റെ വിലയൊന്നും അല്ലല്ലോ. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാറ്റം വരാൻ സാധ്യതയില്ല. ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോ, ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നില്ലല്ലോ. ഇല്ല അല്ലില്ല, അത് വേറെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോ അത് വേറെ ഉണ്ട്. ഇത് തന്നെയാണ് കറക്റ്റ് തന്നെ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാവോ, ആ ഒരു ചാർട്ട്, ആ ചാർട്ട് ഇങ്ങനെ ഈ ഒരു സിമ്പലും പ്രൈസും കാണാവുന്ന തരത്തിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് എനിക്ക് അയക്കാവോ, അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലേക്ക് അയക്കാവോ? നമുക്ക് നോക്കാം. പലർക്കും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇതൊരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്, ഒന്നുകിൽ ചിലര് ബ്രോക്കറുടെ പാനലിന്റെ ഉള്ളിലെ ട്രേഡിംഗ് വ്യൂ എടുക്കും. അപ്പൊ അതില് ബേസിക്കലി 2 ചാർട്ട് ഉണ്ട്. അതായത് വേൾഡില് 2 കമ്പനികളാണ് ഈ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും. അതിലൊന്നാണ് ട്രേഡിംഗ് വ്യൂ, ഒന്ന് ചാർട്ട് IQ എന്ന് പറയുന്ന ഒരു ചാർട്ടും കൂടി ഉണ്ട്. അത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടില്ല.
പക്ഷെ നമ്മൾ സെറോദയോ അല്ലെങ്കിൽ ഫസ്റ്റോക്കോ ഓപ്സ്റ്റോക്കോ അതുപോലുള്ള ബ്രോക്കേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ചാർട്ടിലേക്ക് പോകാൻ പറ്റും, കാൻഡിൽസ്റ്റിക് ചാർട്ടിലേക്ക് പോകാൻ പറ്റും. ആ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലർക്കത് ഈ പറഞ്ഞ പോലെ ചാർട്ട് ഐക്യു എന്ന് പറയുന്ന ഒരു ചാർട്ടായിരിക്കും കിടക്കണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് ഐക്യു ആയിട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ആണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ചെറിയ നേരിയ വ്യത്യാസത്തിലൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മിസ്റ്റേക്ക് വരാറ്, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിൽ സിമ്പിൾ സെർച്ചിൽ ഇൻഫി അല്ലെ, അതിന്റെ സിമ്പിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോ BSE NSE NYSE എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അല്ലെ. ഇപ്പൊ NYSE എടുത്താലും പ്രശ്നമാണ്. NYSE എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ തന്നെ നമ്മുടെ NSEയിൽ തന്നെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ആ ഫ്യൂച്ചേഴ്സ് 2-3 ഉണ്ടാവും, ജൂലൈ മാസത്തെ, ഓഗസ്റ്റ് മാസത്തെ, സെപ്റ്റംബർ മാസത്തെ. അപ്പൊ ഇതൊക്കെ തെറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും പ്രൈസിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസും നമ്മുടെ ബേസിക് അണ്ടർലൈനിന്റെ പ്രൈസ്, ആ കമ്പനിയുടെ ആക്ച്വൽ വിലയും മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ വരാറുള്ള മിസ്റ്റേക്ക്. അപ്പൊ ഇൻഫോസിസ് ലിമിറ്റഡ് NSE തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ട്രേഡിംഗ് വ്യൂ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ തെറ്റ് വരാറില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട് അല്ലെ. 38 എന്ന് പറഞ്ഞ ആള് പറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലോസിൽ 50 മിനിറ്റ്സിൽ ലോ പ്രൈസ് ആണ്. അതെ അതെ, കാൻഡിൽ തെറ്റി ഹൈക്കനാഷി ഒന്നായിട്ട് കിടക്കണില്ലല്ലോ. കാൻഡിൽ സ്റ്റിക്ക് തന്നെയല്ലേ, ഹൈക്കനാഷിയും സിമിലർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഹൈക്കനാഷി ആണോ സംശയം, അതുകൊണ്ടാവോ? ആ, അത് മിസ്റ്റേക്ക് ആണപ്പോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, 95 ബാച്ച് ആണോ അതോ സോറി 96 95 മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ, ക്ലിയർ. ആ ആ, ഞാൻ കുറച്ചേരെ നോക്കണു, അതായത് മറ്റേ ഗ്യാപ്പ് ടോപ്പിലാണ് അത് അവിടെ നമ്മൾ ക്യാൻഡിൽ കാണിക്കുമ്പോ ഒരു പക്ഷെ എന്റെ ഹൈക്കനാഷി ആയതുകൊണ്ട് ഒരുമിച്ച് കിടക്കണം. ആ, അപ്പൊ അതാണ് എന്റെ മിസ്റ്റേക്ക്. മനസ്സിലായി. ഓക്കെ. ഏത് ക്യാൻഡിൽ പാറ്റേൺ ആണ് സൂട്ടബിൾ? നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്. ചില സ്ട്രാറ്റജികൾക്ക് ഹൈക്കനാഷി ആണ് ഉപയോഗിക്കുക. ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ഹൈക്കനാഷി ആണോ നല്ലത്? നല്ലതെന്നില്ല, രണ്ടാണ്. മോഹൻലാലാണോ മമ്മൂട്ടിയാണോ നല്ലതെന്ന് ചോദിക്കുന്ന പോലെയാ. രണ്ടും ബെറ്റർ ആണ്. അത് ഓരോ സാഹചര്യത്തിൽ ഓരോന്നാണ് യൂസ് ചെയ്യുക. അപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പണും ഹൈയും ലോയും ക്ലോസ് എന്ന് പറയുന്നത് ആക്ച്വൽ ആ ഒരു 15 മിനിറ്റിൽ ഓപ്പൺ ആയ വിലയും ക്ലോസ് ആയ വിലയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഹൈക്കനാഷിയുടെ വാല്യൂസ് വളരെ ഡിഫറെന്റ് ആണ്. ഹൈക്കനാഷി കാണിക്കുന്നത് ആ കാൻഡിലിന്റെയും അതിന് മുമ്പത്തെ കാൻഡിലിന്റെയും ഒക്കെ ആവറേജസ് ഒക്കെയാണ് കാണിക്കുക. അപ്പൊ അതിന്റെ ഒരു കോംപ്ലക്സ് ഫോർമുലയാണ്. അത് നമുക്ക് പിന്നീട് വഴിയെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. ഹൈക്കനാഷി കാൻഡിൽ ഫോർമുല എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഇപ്പൊ തൽക്കാലം ഇത് നോക്കണമെന്നില്ല. അതായത് കണ്ടോ, അതിന്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നതൊക്കെ അതിന്റെ ഇപ്പോ ഓപ്പൺ പ്രൈസ് ആണല്ലോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈക്കനാഷി കാൻഡിലിന്റെ ഓപ്പണും പ്രീവിയസ് ഹൈക്കനാഷി കാൻഡിലിന്റെ ക്ലോസിന്റെയും ആവറേജ് ആണ് ഓപ്പൺ ആയിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് വേറെ വിലയായിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു ഡൗട്ട് ചോദിച്ചത് നന്നായി. കാരണം നമുക്ക് യൂഷ്വലി വരാറുള്ള മിസ്റ്റേക്സുകളൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പൊ ഹൈക്കനാഷി ആയതുകൊണ്ട് വരാം, NSE മാറി BSE ആയാൽ വരാം, ഫ്യൂച്ചേഴ്സ് ആയാൽ വരാം, ട്രേഡിംഗ് വരാം. ഇതിലിപ്പോ എഴുതിയിരിക്കുന്ന കാൻഡിൽസ് മാത്രം കാണുന്നതാണോ ഈ കാൻഡിൽ സ്റ്റിക്ക്? ഈ ചാർട്ട് ടൈപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ ബേസിക്കലി പലതരം ചാർട്ട് ഉണ്ട്. അതിൽ ഹൈക്കനാഷി എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്, താഴെ. അപ്പൊ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ മേലെയാണ് കിടക്കുന്നത്. ഇത് രണ്ടും പല ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, മാറി മാറി. ഈ വെറും കാൻഡിൽസ് എടുക്കുമ്പോ ഇത് ഡിസ്കണക്റ്റഡ് ആയിട്ടാണല്ലോ കാണുന്നത് ഈ ക്യാൻഡിൽസ് ഒക്കെ? അതെ അതെ, ഹൈക്കനാഷി നമ്മൾ പറഞ്ഞല്ലോ, ഹൈക്കനാഷി ആ ഒരു കാൻഡിലിന്റെയും അതിന്റെ പ്രീവിയസ് കാൻഡിലിന്റെയും ആവറേജസിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലോസ് ആവുക. അപ്പോ വിലയൊക്കെ വ്യത്യാസം വരും. അതുപോലെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ കുറയും ഹൈക്കനാഷിയിൽ. സർ, പ്രോഡക്റ്റ് അൺഫോർച്ചുനേറ്റ് ഡെലിവറി ആയി പോയി സർ. അതെങ്ങനെ മാറ്റുന്ന ഇൻട്രാഡേയിലേക്ക്?
എങ്ങനെയാണ്? പ്രോഡക്റ്റ് ഡെലിവറി ആയാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം എടുക്കുക നല്ലത്. അപ്പൊ നമ്മളത് ബൈ ചെയ്യുമ്പോൾ ക്യാൻസൽ എവിടെ സർ കാണുന്നില്ല? അത് എക്സിറ്റ് ചെയ്താൽ മതി, സെല് ചെയ്താൽ മതി, ബൈ ചെയ്ത് സെല് ചെയ്താൽ മതി. പൊസിഷനിൽ പോയി എക്സിറ്റ് ചെയ്യണല്ലേ? അതെ അതെ അതെ. ഓക്കെ, പിന്നെ അവിടെ പോയി ക്യാൻസൽ ചെയ്യണം. അതെ അതെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മള് ബൈ ചെയ്യുമ്പോ ആ കൂടി കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളൂ അല്ലെ. ഒന്ന് ഇൻഫോസിസ്, ഒന്ന് ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ എന്നുള്ളത്, ഒന്ന് മാർക്കറ്റ് ഓർഡർ ആക്കാൻ മറക്കരുത് അല്ലെ. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അതുപോലെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് ഓൾറെഡി ഇത് തെറ്റാതെ കിടക്കണ്ടാവും, നമ്മൾ മാറ്റാതിരുന്നാൽ മതി. ഓൾറെഡി ഇൻട്രാഡേ നമ്മൾ എടുത്തേക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പൊസിഷൻസിൽ പോയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻട്രാഡേ അവിടെ കിടക്കണ്ടാവും. പിന്നെ താഴെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ SLM ആക്കാൻ മറക്കരുത്, ടാർജറ്റ് ആണെങ്കിൽ ലിമിറ്റ് ആക്കാൻ മറക്കരുത്. ഓക്കെ, അതല്ല മാർക്കറ്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എക്സിക്യൂട്ട് ആവും, അതായത് അത് നമ്മുടെ ആ ട്രേഡ് ക്യാൻസൽ ആയി പോകും. സാർ ഈ 4 ഓർഡേഴ്സിനെ കുറിച്ച് കുറച്ച് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു ഇനീഷ്യൽ ക്ലാസ്സസിൽ. അതായത് ലിമിറ്റ് ഇന്നത് കാണാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ഡെലിവറി ആയി കഴിഞ്ഞാല് എന്താ കാണിക്കുന്നത്? ഓൾറെഡി ഇൻഫോസിസ് ഡെലിവറി എടുത്താല് മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്താല് വീണ്ടും ആ ഡെലിവറി, ഇവിടെ ഡെലിവറി തന്നെയല്ലേ കാണിക്കുന്നത്, അതിൽ പോയിട്ട് എക്സിറ്റ് കൊടുക്കുക. അപ്പോ മാർക്കറ്റ് ഓർഡറിൽ തന്നെ സെല്ല് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മൾ ഡെലിവറി ആയിട്ട് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും. പിന്നെ നമ്മളത് TPIN ഒക്കെ വെച്ചിട്ട് നമ്മൾ സെല് ചെയ്യേണ്ട വരും. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ക്ലാസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇപ്പൊ നമ്മളിതാ ഇവിടെ ഞാൻ ഡെലിവറി എടുത്തിട്ടുണ്ട്. അത് ഡെലിവറി എടുത്തപ്പോൾ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ എക്സിറ്റ് ആയിട്ട് അത് ഡെഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇൻട്രാഡേ പൊസിഷൻ സ്റ്റിൽ റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം. അതായത് ഇവിടെ കാണുന്ന ഈ ഓർഡർ ടൈപ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മളത് കാണാപ്പാടമാണ് പഠിച്ചിരുന്നത്. സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡർ, ടാർജറ്റ് വെക്കാൻ ലിമിറ്റ് ഓർഡർ അല്ലെ. എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യണത്, എന്താണ് ബാക്കിയുള്ള ഓർഡേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ട്രേഡ് എടുത്തു കഴിഞ്ഞല്ലോ അല്ലെ? ഇനി ആരെങ്കിലും എടുക്കാത്തതുണ്ടോ? ട്രേഡ് എടുത്തിട്ട് ഫിനിഷ്ഡ് ഒന്നും ആരും അടിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആരെങ്കിലും എടുക്കാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. അപ്പൊ എന്തായാലും എല്ലാവരും ട്രേഡ് എടുക്കാൻ നോക്കുക. നിങ്ങൾ ഡെയിലി ട്രേഡ് മുടങ്ങാതെ തന്നെ ചെയ്യാൻ നോക്കുക. അതൊരു ഹാബിറ്റ് ആക്കാം. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 20 വർക്കിംഗ് ഡേയ്സ് എങ്കിലും ഇതുപോലെ സ്പീഡ് നോക്കിയിട്ട് ഒരു ടൈമർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് മൊബൈലിൽ ആ ഒരു ബേസിക് അലാറത്തിന്റെ ഉള്ളിലുള്ള ടൈമർ ഇല്ലേ, ആ ടൈമർ ഓൺ ചെയ്തിട്ട് ഒരു ട്രേഡിന് ഇരിക്കുമ്പോൾ ആ ടൈമർ ഓൺ ചെയ്യുക. ആ ട്രേഡ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിൽ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ രൂപമായതിനു ശേഷം വീണ്ടും അതൊന്ന് ലൂപ്പ് ചെയ്യുക, സൈക്കിൾ ചെയ്യുക. അവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരമുള്ള ടൈം ഒന്ന് റെക്കോർഡാവും. അത് കഴിഞ്ഞ് വീണ്ടും പുതിയ ടൈമർ പോലെ ആവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോൾ ഏകദേശം അതൊരു എക്സിക്യൂഷൻ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അത് അടുത്ത ദിവസം വളരെ കോൺഷ്യസ് ആയിട്ട് കുറച്ച് 1 മിനിറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷന് 1 മിനിറ്റ് ആവശ്യമുള്ളൂ. അത് മാർക്കറ്റ് ഓർഡറിന് ബൈ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർജറ്റ് വെക്കുക, ഓർഡേഴ്സിൽ പോയിട്ട് ഇത് കൃത്യമല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. അത്ര കാര്യങ്ങൾ ചെയ്യാൻ 1 മിനിറ്റ് ആവശ്യമുള്ളൂ.
അല്ലെ? അപ്പൊ അതും കൂടി കഴിയുമ്പോഴാണ് ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവുന്നത്. ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ ആദ്യം വെച്ചേക്കുന്നത് സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള പ്രൈസിന്റെ താഴെയല്ലേ, രണ്ടാമത് വെച്ചേക്കുന്നത് ടാർഗറ്റ് നിലവിലുള്ള പ്രൈസിന്റെ മേലെയല്ലേ, ഇൻട്രാഡേ അല്ലേ, സെല്ലല്ലേ, ഇത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടുകൊണ്ട് വെരിഫൈ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു 3-5 മിനിറ്റ് എടുക്കുന്നത് കോൺഷ്യസ്ലി ഒരു 20 ദിവസം അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ, അതൊന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അത് ട്രാക്ക് ചെയ്ത് കുറച്ച് ഒരു മിനിറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നാളെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആവേണ്ട ആൾക്കാരാണ്. ഇതൊക്കെ 1 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷം രൂപയ്ക്കോ വലിയ എമൗണ്ടിനൊക്കെ പിന്നീട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം തറായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും, പൊസിഷൻ സൈസിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10,000 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുക്കുന്നു, അതായത് 100 രൂപ റിസ്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യത്തിനും 1 മിനിറ്റ് പോകും. അപ്പൊ ഈ എക്സിക്യൂഷൻ കാര്യം കുറച്ച് സ്പീഡിലാക്കിയാൽ അത് നമ്മളുടെ ട്രേഡിങ്ങിന്റെ ക്വാളിറ്റീനെ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ലേറ്റ് എൻട്രി വരാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറന്നു പോവാതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി നമ്മളൊരു 15 മിനിറ്റിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുപോലെ 5 മിനിറ്റിലോ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വേഗം വെച്ചില്ലെങ്കിൽ വലിയ ലോസ് വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 1 രൂപയാണെങ്കിൽ അത് ചിലപ്പോൾ 2 രൂപ മാറിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കാണാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 1 രൂപ കളയാനുള്ളടുത്ത് 2 രൂപ കളയാണ്. അതായത് നമുക്ക് ഒരു 500 രൂപ ലോസ് വരേണ്ടടുത്ത് 1000 രൂപ ലോസ് വരാണ്, അല്ലെങ്കിൽ 1000 രൂപ ലോസ് വരേണ്ടടുത്ത് 2000 രൂപ ലോസ് വരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇതൊക്കെ വളരെ ഫ്ലുവന്റ് ആക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓർഡർ ടൈപ്സ് ആണ്. ഓർഡർ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ സമയത്ത് ഇവിടെ ബൈ ചെയ്യാൻ സമയത്ത് ഇവിടെ 4 ടൈപ്പ് കാണിക്കും. ഓർഡേഴ്സിന്റെ പേജിൽ 4 ടൈപ്പ് കാണിക്കും. ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SL ഓർഡർ, SLM ഓർഡർ. ഓക്കെ, അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഓർഡറാണ്? മാർക്കറ്റ് ഓർഡർ അല്ലേ? ഇപ്പൊ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കാണുന്ന പ്രൈസിന് വാങ്ങാന്നുള്ളതാണ്, നിലവിൽ കിട്ടുന്ന പ്രൈസിന് വാങ്ങാന്നുള്ളതാണ്. അപ്പൊ നിലവിൽ കിട്ടുന്ന പ്രൈസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ടോപ്പിൽ NSE അല്ലെ? അപ്പൊ NSEയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം 1072 രൂപ 30 പൈസ. അതാണ് നിലവിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് ആ കാണുന്ന പ്രൈസിന് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ കാണുന്ന പ്രൈസും നമുക്ക് കിട്ടിയ പ്രൈസും ചിലപ്പോൾ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന പ്രൈസ് എന്ന് പറയുന്നത് അവസാനമായിട്ട് കച്ചവടം നടന്ന പ്രൈസ് ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് ചിലപ്പോ ഒരു 10 പൈസയോ 20 പൈസയൊക്കെ മേലെ ആയിരിക്കും. അപ്പൊ നമുക്കത് എത്ര പൈസക്കാണ് നമുക്ക് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഇവിടെ പോയി നോക്കിയാൽ അറിയാം, ഈ പൊസിഷൻസിൽ പോയി നോക്കിയാൽ അറിയാം പ്രൈസ് നമുക്ക് കിട്ടിയേക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന്. അല്ലെങ്കിൽ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബൈ ചെയ്തത് ഇൻട്രാഡേ എത്ര രൂപയ്ക്കാണ് കിട്ടിയേക്കണമെന്നുള്ളത് ഇവിടെയും കാണിക്കും. അതായത് ഓർഡേഴ്സിന്റെ പേജിൽ ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ട്, അതാണ് ഇപ്പൊ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന 2 ഓർഡേഴ്സ് നമ്മൾ കണ്ടത്. അതിന്റെ ഇടയിൽ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ മുകളിലത്തെ 2 എണ്ണം നമ്മൾ ഡെലിവറി ഒന്ന് ടെസ്റ്റ് അടിച്ചതാണ്. ഡെലിവറി ബൈ ചെയ്താൽ ഉടനെ തന്നെ എക്സിറ്റ് ആയാൽ അത് സെൽ ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തതാണ്. പക്ഷെ ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ആക്ച്വൽ ട്രേഡ് എന്ന് പറയുന്നത് അതിന്റെ ഓർഡർ 9:41 ഇൻട്രാഡേ ആണ് അല്ലെ? അപ്പൊ അത് എത്ര രൂപയ്ക്കാണ് കിട്ടിയേക്കണം എന്നുള്ളത് ഇവിടെ കാണിക്കും, 1073 രൂപ 50 പൈസ. ഒരു പക്ഷെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടാവുക 1073 രൂപ 40 പൈസ 30 പൈസയ്ക്ക് ആയിരിക്കും. അതായത് നിലവിൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് തരാനുള്ള പൈസയ്ക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മാർക്കറ്റ് ഓർഡർ അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് ഈ ഓർഡർ ടൈപ്സുകൾ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഇൻസ്റ്റന്റ് ഓർഡേഴ്സ്, 2 പെൻഡിങ് ഓർഡേഴ്സ്. ഇൻസ്റ്റന്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ആവുന്ന ഓർഡേഴ്സ്. അപ്പൊ അതാണ് മാർക്കറ്റ് ഓർഡർ. ബാക്കി 3 എണ്ണത്തിനെയും കൂടി നമുക്ക് ഒരു സെക്ഷനായിട്ട് തിരിക്കാം. പെൻഡിങ് ഓർഡേഴ്സ്. പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതപ്പോൾ എക്സിക്യൂട്ട് ആവില്ല, നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ പ്രൈസ് എത്തുമ്പോൾ മാത്രമാണ് എക്സിക്യൂട്ട് ആവുള്ളൂ അല്ലെ? അപ്പൊ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഓർഡർ, പെൻഡിങ് ഓർഡർ. പെൻഡിങ് ഓർഡറിൽ പെടുന്നതാണ് ലിമിറ്റ് ഓർഡർ, SLL ഓർഡർ, SLM ഓർഡർ. അപ്പൊ അതിൽ നമുക്ക് ആദ്യം തന്നെ ഈ ലിമിറ്റ് ഓർഡറും SLM ഓർഡറും മനസ്സിലാക്കാം. അപ്പൊ ഈ SLL എന്ന് പറയുന്ന ഓർഡർ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അത് നമുക്കൊന്ന് തൽക്കാലം മാറ്റി വെക്കാം. ലിമിറ്റ് ഓർഡറും SLM ഓർഡറും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കാണുന്ന പ്രൈസിന്റെ താഴെയുള്ള ഒരു പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക.
മനസ്സിലായോ? അതായത് നിലവിലുള്ള പ്രൈസ് എത്രയാണ്? 1072 രൂപ അല്ലെ? അതിന് താഴെയുള്ള ഒരു പ്രൈസ് എത്രയാണ്? 1062 രൂപ. അപ്പൊ 1062 രൂപയിൽ എത്തുമ്പോൾ എനിക്ക് മതി എന്നാണ് ലിമിറ്റ് ഓർഡർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ താഴെയുള്ള ഒരു പ്രൈസിന് വാങ്ങാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ ബൈ ഓർഡർ ആണ് ഇടുന്നത് അല്ലെ? അപ്പോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യണം അല്ലെ? പിന്നെ നമുക്കത് എന്താണ് വ്യത്യാസം SLM എന്നായിട്ട് നോക്കാം. SLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രൈസിന്റെ മുകളിലുള്ള ഒരു പ്രൈസിന് വാങ്ങാനാണ് SLM യൂസ് ചെയ്യുക. അപ്പൊ ഇത് പലർക്കും കൺഫ്യൂഷനാണ്. ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് മറന്നു പോകും. അപ്പൊ ഇത് മറന്നു പോകാതിരിക്കാൻ ഒരു പിക്ചർ മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചല്ലോ, ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. അപ്പൊ സാധാരണ നിലയ്ക്ക് ലിമിറ്റ് ഓർഡർ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യണത് ഒരു അപ് ട്രെൻഡിൽ പോണ സ്റ്റോക്ക് താഴത്തേക്ക് വരുമ്പോൾ ഒരു ഫിക്സഡ് പ്രൈസിന് എത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൈസിൽ എത്തുമ്പോൾ നമുക്ക് ബൈ ചെയ്യണം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ ബൈ ചെയ്യണ്ട, ഈ ഒരു പ്രൈസിൽ എത്തുമ്പോൾ നമുക്ക് ബൈ ചെയ്താൽ മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കറ്റ് മുമ്പ് റെസിസ്റ്റൻസ് എടുത്ത സ്ഥലം, 1, 2, 3 പ്രാവശ്യം മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയ ഒരു ഏരിയ അല്ലെ? ആ ഒരു റെസിസ്റ്റൻസ് ആയ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ബൈ ചെയ്യണം, ഇപ്പൊ ബൈ ചെയ്യണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലേ? നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ടാർഗറ്റ് വെക്കാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാന്നാണ് കാണാപ്പാഠം പഠിച്ചിരുന്നത്. പക്ഷെ ആക്ച്വലി ഇതിന് മറ്റൊരു പർപ്പസും കൂടി ഉണ്ട്, അത് മനസ്സിലാക്കുക. നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ, അതായത് പലപ്പോഴും ട്രെൻഡ് ട്രേഡിങ്ങിൽ ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ബൈ ചെയ്യാനാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് കമ്പയർ ചെയ്യാം SLM ഓർഡർ, അതായത് ഏറ്റവും അവസാനം കിടക്കുന്ന നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഓർഡർ. ആ ഓർഡർ എന്ന് പറയുന്നത് നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാനാണ് ആ ഓർഡർ യൂസ് ചെയ്യുക. അതായത് ഇപ്പോ പ്രൈസ് ഇവിടെയാണ് നിൽക്കണമെന്ന് വിചാരിച്ചു, ഇവിടെയാണ് നിൽക്കണമെന്ന് വിചാരിച്ചു, അതിന്റെ മുകളിൽ മാർക്കറ്റ് പോകുമ്പോൾ, അതായത് ഈ ഒരു വിലയെ ക്രോസ് ചെയ്ത് ഈ ഹൈസിനെയൊക്കെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വാങ്ങാനാണ് SLM ഓർഡർ യൂസ് ചെയ്യുക. അപ്പൊ അത് ജനറലി ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യാറ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് നമ്മൾ ഓൾറെഡി അത് പഠിച്ചത്. പക്ഷെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതിന് ഒരു പർപ്പസിന് ഉപരി ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ്, എസ്പെഷ്യലി സ്കാൽപ്പേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ, സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ, 1 മിനിറ്റ് 3 മിനിറ്റിന്റെ ഒക്കെ ചാർട്ട് നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻ കോൺസെപ്റ്റ്സുകളൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അവര് ഇതുപോലെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ്, പല പ്രാവശ്യം മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു വിലയെ അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ഫ്യൂരിയസ്ലി മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറയുക. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SLM ഓർഡർ യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ മെയിൻ 2 ഫങ്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ലിമിറ്റ് ഓർഡർ ടാർഗറ്റ് വെക്കാനും SLM ഓർഡർ സ്റ്റോപ്പ് ലോസ് വെക്കാനും വന്നെന്നുള്ളത് മനസ്സിലാക്കാം. മൈക്രോഫോൺ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ പറയാ? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ മാത്രം മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യുക. ഒരു നോയ്സ് വരുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയില്ല, നമ്മൾ പറയുമോ? ബോക്സ് അവിടെ ഉണ്ടല്ലോ, അതെന്താ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? എന്താണ്? SLM ഉം SLL ഞാൻ പറഞ്ഞല്ലോ, SLL നമുക്കിപ്പോ തൽക്കാലം മാറ്റി വെക്കാം. അത് ഇതിലിപ്പോ കൺഫ്യൂഷൻ ആക്കേണ്ട, അത് നമുക്ക് മറ്റൊരു ദിവസം പഠിക്കാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലിമിറ്റ് ഓർഡറും SL ഓർഡറും മാത്രം മനസ്സിലാക്കാം. SL ഓർഡർ ഇപ്പൊ ഇതിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് ഇന്ന് ലിമിറ്റും SLM ഉം എന്താ പറയാ, ഒരു പോയിന്റ് 2 വശം പോലെയാണ്, എളുപ്പം മനസ്സിലാക്കും. ഇവിടേക്ക് ഒരു നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നന്നായി അല്ലെ? അപ്പൊ ഇതിന്റെ കറക്റ്റ് തിയറി മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞ, നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ ഏത് ഓർഡറാണ്?
ലിമിറ്റ് ഓർഡർ. ലിമിറ്റുള്ള പ്രൈസിന്റെ മേലേന്ന് വാങ്ങാൻ SLM. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിൽക്കേണ്ട കാര്യം എടുക്കാം. അപ്പൊ നമ്മൾ ഒരു ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിലവിലുള്ള പ്രൈസിന്റെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വിൽക്കേണ്ട കാര്യം. ഇതാ ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറി വന്നാൽ ഈ ഒരു പോയിന്റിൽ എത്തിയാൽ എനിക്ക് വിൽക്കണം അല്ലെ. അപ്പൊ എവിടെയാണ് ഈ ഒരു പോയിന്റിൽ എത്തിയാൽ എനിക്ക് സെല് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഏത് ഓർഡർ ആയിരിക്കും യൂസ് ചെയ്യുക? ലിമിറ്റ് ആയിരിക്കും, SLM ആയിരിക്കും? കൺഫ്യൂഷൻ ആയി അല്ലെ. അപ്പൊ ഒന്ന് നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ ഏതാണ്? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. അപ്പോ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വിൽക്കാനും ലിമിറ്റ് ഓർഡർ ആണ്. മനസ്സിലായില്ലേ? താഴേന്ന് വാങ്ങാനും മുകളിൽ നിന്ന് വിൽക്കാനും ലിമിറ്റ് ഓർഡർ ആണ്. ഇതാണ് സിനാറിയോ. ഫോർ എക്സാമ്പിൾ ഒരു ഡൗൺ ട്രെൻഡില് മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകും. നിങ്ങള് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യട്ടെ, പ്രത്യേകിച്ച് ഭയങ്കര നോയ്സ് അപ്പുറത്തുള്ളവര്. ഓക്കെ. അപ്പോൾ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വിൽക്കാൻ തെറ്റരുത്. താഴെ നിന്ന് വാങ്ങാൻ ലിമിറ്റ് ഓർഡർ, മുകളിൽ നിന്ന് വിൽക്കാനും ലിമിറ്റ് ഓർഡർ. അപ്പൊ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കവേ മാർക്കറ്റ് തിരിച്ച് കയറി വരുമ്പോൾ ഒരു നല്ല പ്രീമിയം വിലക്ക്, മുകളിലുള്ള ഒരു വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ലിമിറ്റ് ഓർഡേഴ്സ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുക. ഐ മീൻ സ്കാൽപ്പേഴ്സ്, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. മറ്റൊരു സിനാറിയും കൂടി എടുത്താൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ. മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി, മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി നിൽക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കപ്പോൾ അപ്പൊ നമുക്ക് തോന്നാണ് ഓക്കെ, ഈ ഒരു സോണിൽ വന്നാൽ എനിക്ക് വിൽക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ വേണ്ട, ഈ ഒരു സോണിൽ വന്നാൽ അല്ലെ, ഈ ഒരു സോണിൽ എത്തിയാൽ എനിക്ക് വിൽക്കണം. നമ്മുടെ ഇത് വിറ്റതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാനും ടാർഗറ്റ് ഇവിടെ വെക്കാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിൽക്കണ്ട, നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ എത്തിയാൽ മാത്രം വിൽക്കണം. അപ്പൊ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? ലിമിറ്റ് ഓർഡർ. ഇപ്പൊ നമ്മുടെ പിക്ചറിൽ SLM ലിമിറ്റ് മാത്രമാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഇനി അടുത്ത സിനാറിയോ, നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വിൽക്കാൻ ഏത് ഓർഡർ ആയിരിക്കും യൂസ് ചെയ്യുക? ഒന്ന് കോമൺ സെൻസ് ആലോചിക്കും. ഇത്രയും താഴേന്ന് വാങ്ങാൻ അപ്പൊ ഏത് ഓർഡർ യൂസ് ചെയ്യാം? ലിമിറ്റ് ഓർഡർ. അപ്പൊ താഴേന്ന് വിൽക്കാനോ? ലിമിറ്റ് ഓർഡർ അല്ല, SLM. അപ്പോ ഇത് അത് എങ്ങനെയാണെന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ബ്രേക്ക് ഔട്ട് പറഞ്ഞില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അല്ലെ. നിലവിലുള്ള പ്രൈസിന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് നിലവിലുള്ള പ്രൈസിന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങണം അല്ലെ. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്തത്? നിലവിലുള്ള പ്രൈസിന്റെ SLM. അതുപോലെ തന്നെ നിലവിലുള്ള പ്രൈസിന്റെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ സെല്ലാവണം, അതായത് ഷോർട്ട് സെല് ചെയ്യണം. ഇപ്പൊ സെല് ചെയ്യണ്ട, ഇത് ഇങ്ങോട്ട് താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ സെല് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഏത് ഓർഡർ യൂസ് ചെയ്യും? SLM. അപ്പൊ ക്ലിയർ ആയി. അപ്പൊ ഇത് എല്ലാവർക്കും മറന്നു പോണ കാര്യമാണ്. കാരണം 4 കാര്യങ്ങളുണ്ട് ഇതില് അല്ലെ. ആ 4 നമുക്ക് ഉള്ള കാരണം കൊണ്ട് 2 ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ഓർത്തിരിക്കുക. 4 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സ്പീഡിൽ ചോദിക്കാം, നിങ്ങൾ സ്പീഡിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കാം. അത് പെട്ടെന്ന് ബ്രെയിനിൽ കയറും. വൺസ് ഒരു ദിവസം കയറിയാൽ പിന്നെ മറക്കൂല അത്. നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ ഏത് ഓർഡറാണ്? ലിമിറ്റ്. മുകളിൽ നിന്ന് വാങ്ങാൻ? അല്ല, SLM. യെസ്, SLM. നിലവിലുള്ള പ്രൈസിന്റെ താഴെ നിന്ന് വിൽക്കാൻ? മുകളിൽ നിന്ന് വിൽക്കാൻ? നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാൻ? നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാൻ?
അപ്പോൾ നിങ്ങളിതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം എന്താ, ഇതൊരു 5-10 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ചോദിച്ച് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. ഓക്കെ, നിലവിലുള്ള പ്രൈസിന്റെ താഴെ നിന്ന് വാങ്ങാൻ ലിമിറ്റ്, മുകളിൽ നിന്ന് വാങ്ങാൻ SLM, ഇതാണ് ബേസ്. അപ്പൊ സെല്ലിങ്ങിന്റെ കേസിൽ നേരെ തിരിച്ചിട്ടാൽ മതി. നിലവിലുള്ള പ്രൈസിന്റെ അപ്പുറത്തെ ഡയറക്ഷൻ, മുകളിൽ നിന്ന് വിൽക്കാനാണ് SLM ലിമിറ്റ്, താഴെ നിന്ന് വാങ്ങാൻ SLM. അപ്പൊ അത് ഒന്ന് വരച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാൻ പോണത്, നമ്മളൊരു സ്റ്റോക്ക് ആദ്യം ബൈ ചെയ്തു എന്ന് വിചാരിച്ചു ഇൻട്രാഡേയില്. നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. 1000 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു. അപ്പൊ നമുക്ക് അത് ഒരു 990 എത്തുമ്പോ നമുക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? വിൽക്കല്ല വേണ്ടത്, മനസ്സിലായോ? ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM യൂസ് ചെയ്യുന്നതിന്റെ ലോജിക്ക് അതാണ്. ഇനി നിലവിലുള്ള പ്രൈസിക്ക്, അതായത് ഒരു 1000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു, മാർക്കറ്റ് ഓർഡറിന് വാങ്ങിച്ചു, ഒരു 1050 എത്തുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത്? ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ സെല്ല്. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് സെല്ല് ചെയ്യാൻ ഏത് ഓർഡറാണ് യൂസ് ചെയ്യാം? ലിമിറ്റ് ഓർഡർ. യെസ് അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാനോ? അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ട വരുന്നത് എപ്പോഴാണ്? ആദ്യം നമ്മൾ ഷോർട്ട് സെല് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴല്ലേ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് നമുക്ക് തിരിച്ചു വാങ്ങേണ്ട വരാം, അല്ലെ? അപ്പൊ ഒരു പിക്ചർ നോക്കാം. നിലവിലുള്ള പ്രൈസ് 1000 രൂപയാണെന്ന് വിചാരിച്ചു. നിലവിലുള്ള പ്രൈസ് 1000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് വീഴുമെന്ന് കരുതി നമ്മൾ 1000 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വിറ്റു. പക്ഷെ അത് വീണ്ടും കയറി 1010 അവിടെയായിരുന്നു നമ്മൾക്ക് എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലം, അല്ലെ? അപ്പൊ നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിച്ചു, ഇവിടെ എത്തി നിൽക്കാണ്. ഇനി ഇവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണം, അല്ലെ? ഇപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് തിരിച്ചത് നമ്മൾ വാങ്ങുകയാണ്, വിറ്റ സാധനം തിരിച്ചു വാങ്ങാണ്. നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാൻ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓർഡർ പഠിക്കാം. കൺഫ്യൂഷൻ ആവോ, നിങ്ങൾക്ക് ബർഡൻ ആവോ, അല്ലെങ്കിൽ നാളെ പഠിക്കാം. SLL എന്ന് പറയുന്ന ഓർഡർ. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആയി ഒന്ന് ഉണക്കാനിട്ടിട്ട് ഉണങ്ങിയിട്ട് അടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് മനസ്സിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇതൊന്ന് തറായി കഴിഞ്ഞാൽ നമുക്ക് SLL പഠിക്കാം. അപ്പൊ SLL നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. SLM-ഉം ലിമിറ്റും അല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോ SLL-നെ കുറിച്ചൊന്ന് പറയാം. അതായത് അത് 2 പ്രൈസ് ഉണ്ടായിരിക്കുന്നത് മാത്രം, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറിന് നമുക്ക് ഒറ്റ പ്രൈസ് ഉണ്ടാവുള്ളൂ. SLL-ന് നമുക്ക് 2 പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലർ SLL യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. ബേസിക്കലി സ്റ്റോപ്പ് ലോസ് വെച്ചാൽ SLL യൂസ് ചെയ്താൽ ചിലപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് വിറ്റ് പോകണമെന്നില്ല. ചാടിപ്പോയി കഴിഞ്ഞാൽ, സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിറ്റ് പോകണമെന്നില്ല. അപ്പോൾ SLM വെച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് എക്സിക്യൂഷൻ ആണ്. SLL സ്റ്റോപ്പ് ലോസ് വെക്കാൻ തന്നെയാണ് യൂസ് ചെയ്യുക, പക്ഷെ ഗ്യാരണ്ടി ഇല്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യും, പക്ഷെ കിട്ടണമെന്ന് ഗ്യാരണ്ടി ഇല്ല. SLM ഓർഡർ ഇട്ടിട്ട് വാങ്ങി കഴിഞ്ഞാൽ, ഒരു ബ്രേക്ക് ഔട്ടിന്റെ സിനാറിയോ പറഞ്ഞല്ലോ, അതിൽ SLM ഓർഡർ ഇട്ടിട്ട് വാങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന വിലയ്ക്ക് വാങ്ങും. പക്ഷെ SLL ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത വില കൊടുക്കുകയാണ്, ആ വിലയ്ക്ക് കിട്ടിയാൽ മാത്രം വാങ്ങും. അതാണ് വ്യത്യാസം. അപ്പൊ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതും, എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളതും, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം, അല്ലെ? ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവരും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ നോക്കുമ്പോ ഇവിടെ കുറച്ച് എഫുകളാണ് കണ്ടിരുന്നുള്ളൂ. 33 പേരുണ്ട്, പക്ഷെ അതിന്റെ പകുതി എഫ് അങ്ങാണ്ട കണ്ടിരുന്നുള്ളൂ. ഓക്കെ, എനിവേ, അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ കുറച്ചുകൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാലോ, തെറ്റുകൂടാതെ. അപ്പൊ നാളെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കാം. നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല.
മറ്റന്നാ ആണ് ക്ലാസ്. അപ്പൊ ഇതൊന്നും മെമ്മറൈസ് ചെയ്ത് സാർ ഈ ഇൻട്രാഡേ റൂൾസ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഇൻട്രാഡേ റൂൾസ് ആണോ? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് പറയാം. അതായത് ഒരു ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ, അല്ലെ, ഒരു ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ 15 മിനിറ്റിൽ, ആദ്യത്തെ 15 മിനിറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ അത് 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ട്, അതായത് പിന്നെ 3 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റിന്റെ കാൻഡിൽ ആ 15 മിനിറ്റിന്റെ ക്ലോസിംഗ് പ്രൈസിന്റെ മേലെ ക്ലോസ് ആയാൽ നമ്മൾ ബൈ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ബൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആ 15 മിനിറ്റിന്റെ കാൻഡിലിന്റെ ഓപ്പൺ പ്രൈസിൽ വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞോടത്ത് വിക്കിന് ഒട്ടും പ്രസക്തി ഇല്ല, അല്ലെ? ഈ പറഞ്ഞ റൂളിൽ വിക്കില്ല, വിക്കിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ടാർജറ്റ് നമ്മൾ 1:1 വെക്കുന്നു. അതായത് നമ്മൾ 10 രൂപയാണ് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരമെങ്കിൽ 10 രൂപ തന്നെ ടാർജറ്റിലേക്കുള്ള ദൂരം വെക്കുന്നു. അപ്പൊ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഈ പ്രീവിയസ് 15 മിനിറ്റിന്റെ കാൻഡിലിന്റെ ക്ലോസിലായിരിക്കില്ല, കുറച്ച് വൈകിട്ടായിരിക്കും, അല്ലെ? 3 മിനിറ്റിന്റെ കാൻഡിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഇവിടെ നമ്മൾ ഈ ലോങ് പൊസിഷൻ ടൂൾ വരയ്ക്കരുത്. ഇവിടെയാണ് നമ്മൾ ലോങ് പൊസിഷൻ ടൂളിന്റെ സെന്റർ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർജറ്റും അതിനനുസരിച്ച് വൈകും. ഓക്കെ, അപ്പൊ സാധാരണ നിലയ്ക്ക് ഇത്രയാണ് ബേസിക് റൂൾ എന്ന് പറയുന്നത്. ഇനി ബെയറിഷ് മർബസു ആണെങ്കിൽ, ബെയറിഷ് കാൻഡിൽ ആണെങ്കിൽ, ഒരു ബെയറിഷ് കാൻഡിൽ ആണെങ്കിൽ, മർബസു തന്നെ ആവണമെന്നില്ല, ബേസിക് റൂളിൽ ഒരു ബെയറിഷ് കാൻഡിൽ, അതിന്റെ താഴേക്ക് ഒരു 3 മിനിറ്റിന്റെ കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ, അപ്പൊ ഈ 15 മിനിറ്റിന്റെ കാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടാവണം, അതായത് സമയം 9:30. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു 3 മിനിറ്റിന്റെ കാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ, ക്ലോസ് ചെയ്താൽ പോരാ, ക്ലോസ് ചെയ്യണം. അപ്പോ സമയം എത്രയായിരിക്കും? മിനിമം 9:33 കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? ക്ലോസ് ചെയ്യണം. അതിന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യരുത്. അടുത്ത കാൻഡിൽ പ്ലോട്ട് ആവുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അതാണ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്. അടുത്ത കാൻഡിൽ അനങ്ങി തുടങ്ങി അപ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലെ? അതിപ്പോ ഇവിടെ ആയിരിക്കാം. അനങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് പൊസിഷൻ ടൂള് ട്രേഡിംഗ് വ്യൂന്ന് എടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഒരിക്കലും ആ 15 മിനിറ്റിന്റെ കാൻഡിലിന്റെ ക്ലോസിലല്ല, എവിടെയാണ്? 3 മിനിറ്റ്സിന്റെ 3 മിനിറ്റ്സിന്റെ കാൻഡിലിന്റെ ക്ലോസിലാണ് നമ്മുടെ എൻട്രി, അല്ലെ? ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? സ്റ്റോപ്പ് ലോസ് എപ്പോഴും സെയിം ആണ്. ഇവിടെ ആ 15 മിനിറ്റിന്റെ കാൻഡിലിന്റെ ഓപ്പൺ ചെയ്ത് കൊടുത്തു, അതായത് ആ ദിവസത്തിന്റെ ഓപ്പൺ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ടാർജറ്റ് മുകളിലേക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും തന്നെ താഴ്ത്തേക്ക്. ഇതാണ് ബേസിക് റൂൾ. ഇനി ഇതിൽ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷണലി നമുക്ക് കൊടുക്കാവുന്ന കുറച്ച് എന്താ പറയാ എക്സ്ട്രാ റൂൾസ് ആണ്. നമ്മുടെ മർബസു കാൻഡിൽ ആണെങ്കിൽ ബെറ്റർ, നിർബന്ധമില്ല, മർബസു കാൻഡിൽ ആണെങ്കിൽ ബെറ്റർ. ഇപ്പൊ മർബസു കാൻഡിൽ എന്താണ്? ബുള്ളിഷ് കാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ വിക്ക് വളരെ കുറഞ്ഞ ചെറിയ വിക്കുള്ള കാൻഡിലാണ് മർബസു കാൻഡിൽ. ബെയറിഷ് കാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം താഴെ വിക്ക് വളരെ കുറവായിരിക്കണം, മുകളിലത്തെ വിക്കിന് പ്രസക്തിയില്ല. അപ്പൊ അത് ഒരു എക്സ്ട്രാ റൂളാണ്. അതായത് നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കിട്ടുന്ന കാൻഡിൽ വെച്ചൊരു ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് ഒരു നല്ല ബെയറിഷ് മർബസു കണ്ടുപിടിക്കാൻ പറ്റിയാൽ ബെറ്റർ, അത്രേ ഉള്ളൂ. ഇത് ഓപ്ഷണൽ ആണ്, എക്സ്ട്രാ ആണ്. അതുപോലെ തന്നെ ആ കാൻഡിലിന്റെ വലിപ്പം വളരെ കുറവാണെങ്കിൽ അത് നല്ലൊരു സ്ട്രോങ് കാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിനിമം നമുക്കൊരു 1 ATR എങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കാൻഡിലായിട്ട് നമുക്ക് കാണാം. അപ്പൊ ATR എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അത് നമ്മൾ ആദ്യമായിട്ട് എടുക്കണമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ATR എന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് പെയ്ഡ് വെർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഫ്രീ വെർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി നിങ്ങൾ 2 ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കൂട്ടാതെ, വോളിയം ഉണ്ടെങ്കിൽ 3 എണ്ണം നമുക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി 2 ഇൻഡിക്കേറ്റേഴ്സ് വേറെ ഏതെങ്കിലും മൂവിങ് ആവറേജോ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ATR ലോഡ് ആവില്ല.
അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചാർട്ടിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുക, വേറെ ഇൻഡിക്കേറ്റേഴ്സ് കിടക്കുന്നുണ്ടോ, RSIയോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം നിങ്ങൾ വീണ്ടും ATR എടുക്കാൻ. അപ്പോൾ വൺസ് ATR എടുക്കുമ്പോൾ നിങ്ങൾ അത് ഫേവറേറ്റ്സിൽ ഇട്ട് വെച്ചേക്കാം. അപ്പൊ അത് ഇവിടെ കാണും ATR, ആവറേജ് ടു റേഞ്ച്. അടുത്ത് കഴിഞ്ഞാൽ ഒരു ATR-നേക്കാളും മേലെ. അപ്പൊ ATR-ന്റെ വില എവിടെയാണ് കാണിക്കുന്നത്? ഇവിടെയാണ് കാണിക്കുക അല്ലെ? ഇവിടെ കണ്ടോ, ഇവിടെയാണ് കാണിക്കുക. അപ്പൊ മൗസ് നമ്മൾ എവിടെയാണോ ആ 15 മിനിറ്റിന്റെ കാൻഡിൽ എന്നുള്ളത് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഒരു 5.66 കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും മേലെ വേണം ഒരു സ്ട്രോങ് കാൻഡിൽ ആവണമെങ്കിൽ. അപ്പൊ അത് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാം? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മെഷർ ടൂൾ ഉണ്ട്, അതെടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വരെ ഡ്രാഗ് ചെയ്യുക. 111 രൂപയുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപയാണെന്നുണ്ടെങ്കിൽ അത്, ഇതിപ്പോ നമ്മൾ വെറുതെ വരച്ചേക്കണതല്ലേ. അപ്പൊ 5 രൂപ 60 പൈസയേക്കാളും മേലെയും വേണം. അതിന്റെ ഇരട്ടി, അതായത് ഏകദേശം ഒരു 10 രൂപയിലും മേലെയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. കാരണം മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് 3 ATR 4 ATR ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കണം. ഇനിയിപ്പോ നമുക്ക് വേറെ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2.5 അല്ലെങ്കിൽ 2-ലും മേലെ തൊട്ട് മേലെയാണെങ്കിലും അത് എടുത്തേക്കാം. അപ്പൊ അതെ, കാരണം അത് എക്സ്ട്രാ റൂളാണ്. ഓക്കെ, മസ്റ്റ് അല്ല, എക്സ്ട്രാ റൂളാണ്. ഇത് രണ്ടുമാണ് നമ്മളൊരു ആക്യുറസി, ഈ ഒരു സ്ട്രാറ്റജിയുടെ ആക്യുറസി കൂടാൻ വേണ്ടി മിനിമം നോക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് മറബസു കാൻഡിൽ ആണോ എന്ന് നോക്കുക, ഒന്ന് ഒരു ATR-നേക്കാളും മേലെയും 2 ATR-നേക്കാൾ താഴെയുമായിട്ട് നിൽക്കണമെങ്കിൽ ബെറ്റർ. അപ്പൊ ഇതൊരിക്കലും നമ്മൾ എപ്പോഴും ATR എടുത്ത് അളന്ന് നോക്കണ്ട. നിങ്ങളൊരു 3-4 ദിവസം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒരു ATR എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഒരു 10-50 കാൻഡിൽസ് എടുത്ത് നോക്കിയിട്ട് അതിലൊരു ശരാശരി കാൻഡിൽ, ഈ ഒരു കാൻഡിൽ ഓക്കെ അല്ലേ? ഈ ഒരു ശരാശരി കാൻഡിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അതിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണെങ്കിൽ എടുക്കാതിരിക്കുക. ഓൾമോസ്റ്റ് അതിനേക്കാളും വലുതല്ലെങ്കിലും എടുക്കാതിരിക്കുക. അപ്പൊ ഈ ഒരു കാൻഡിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് അല്ലെ? ഈ ഒരു ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കുക. വളരെ വലിയൊരു കാൻഡിൽ ആണെങ്കിലും നമ്മൾ എടുക്കാതിരിക്കുക. അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു ഇരട്ടിയേക്കാൾ താഴെയും വേണം, ആ കാൻഡിലിനേക്കാളും മേലെയുമായിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ എക്സ്ട്രാ ടിപ്സുകളാണ്. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ മിനിമം നമ്മുടെ സ്ട്രാറ്റജിയിൽ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിന്റെ ഒരു കാൻഡിലിന്റെ മേലെ 3 മിനിറ്റിന്റെ അടുത്ത 3 മിനിറ്റിന്റെ ഒരു കാൻഡിലെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ബേസിക് റൂൾ. അപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബെയറിഷ് കാൻഡിലാണോ ബുള്ളിഷ് കാൻഡിൽ, അതിനെക്കുറിച്ച് നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് പിന്നീട് ഇതിൽ കോൺഫ്ലുവൻസുകൾ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടിപ്സുകൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇത് ബെറ്റർ ആയിട്ട് വിന്നിംഗ് റേറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകൾ ആഡ് ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിഫ്റ്റി ഇന്ന് എങ്ങോട്ടാണ് പോകാൻ സാധ്യത എന്നുള്ളത് അനലൈസ് ചെയ്യാം. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ഒരു വ്യൂ കാലത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇന്നത്തെ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ മാത്രം പ്രിഫർ ചെയ്യുക, ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് കാൻഡിൽ മാത്രം പ്രിഫർ ചെയ്യുക. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വഴിയെ കാണാം. മെഷർ ടൂള് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സെന്ററിൽ കിടക്കുന്നുണ്ടായിരിക്കും. മെഷർ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ അതെടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഒരു കാൻഡിലിന്റെ ഓപ്പൺ തുടങ്ങി ക്ലോസ് ചെയ്ത് വരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഈ മെഷർ കാൻഡിൽ എന്ന് പറയുന്നത് എത്ര പ്രൈസ് ആണ് അതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വിലയെ സംബന്ധിച്ചിടത്തോളം എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാനും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിൽസ് എത്ര കാൻഡിൽസ് ഉണ്ടെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പല പല ഡാറ്റാസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു വിലയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഇൻഫോസിസ് ഇവിടം തുടങ്ങി ഇവിടം വരെ അളന്നു കഴിഞ്ഞാൽ 11 രൂപയാണുള്ളത് അല്ലെ? ഇതിന്റെ ATR ഏകദേശം 6 ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ 12-ലും താഴെയാണെങ്കിൽ എടുക്കാം. ഇപ്പൊ ഒരു പൊടി മേലേക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഇരട്ടിയേക്കാൾ കൂടുതലുള്ള കാൻഡിൽസുകൾ ഇപ്പൊ 2 ബുള്ളിഷ് മർബസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ഈ റൂളിൽ പെടുന്നതിന് പ്രയോറിറ്റി കൊടുക്കാറ്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതാനും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റണ റൂൾസ് വെച്ച് അത് എടുക്കുക എന്നുള്ളതാണ് ടൈമിങ്ങിൽ. കാരണം അല്ലെങ്കിൽ ലേറ്റ് ആയി പോകും. അതാ ഇതൊന്ന് ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞാൽ, ഈ എക്സിക്യൂഷൻ കുറച്ച് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിഫ്റ്റി 30-ലുള്ള 30 സ്റ്റോക്സുകൾ ടപ്പട്ടപ്പയെന്ന് പറഞ്ഞിട്ട് സ്പേസ് ബാർ അടിച്ച് നോക്കാം. അതിലൊരു 4-6 എണ്ണം ആദ്യം തന്നെ നിങ്ങൾക്ക് കണ്ടുവെക്കാം. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടെങ്കിൽ 4-5 ബുള്ളിഷ് കാൻഡിൽസുകൾ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടുവെക്കാം.
അതിനുശേഷം നിങ്ങൾക്ക് 9:33 ആകുമ്പോഴേക്കും അതിൽ ഏറ്റവും ആദ്യം കട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് ഏറ്റവും ആദ്യം സ്പീഡിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പതുക്കെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് അതിൽ ഏറ്റവും ബെറ്റർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അതിന് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ഫ്ലുവൻ്റ് ആയിരിക്കണം. ആ ബേസിക് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യണതും ചാർട്ട് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് വ്യൂ ആപ്പ് യൂസ് ചെയ്യണതും കുറച്ച് സ്മൂത്ത് ആവണം അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് ഓരോ സ്റ്റോക്കുകൾ നോക്കാനും നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 30 സ്റ്റോക്സുകൾ ഓൾറെഡി ലോഡ് ചെയ്തിടാനും ATR ഇൻഡിക്കേറ്റർ അടിയിൽ കിടക്കണ്ടാവും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കിടക്കണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്യാനും മറക്കരുത്. ATRന്റെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ 100 യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഡീഫോൾട്ട് 14 ആയിരിക്കും കിടക്കുക. 14 യൂസ് ചെയ്യരുത്, 100 യൂസ് ചെയ്യേണ്ടത്. 14 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 14 കാൻഡിൽസിന്റെ മാത്രം ആവറേജ് ആണ് കൺസിഡർ ചെയ്യുള്ളൂ. നമുക്കൊരു വലിയ നമ്പറിനെ കൺസിഡർ ചെയ്താലാണ് നമുക്കത് ഒരു ട്രസ്റ്റബിൾ ആവുള്ളൂ. ATR കണ്ടുപിടിച്ച ആളത് 14 യൂസ് ചെയ്തത്. ഡാറ്റ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 100 ജനറലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കവർ ചെയ്യാം. സർ, ഒരു ഡൗട്ട്, ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ എവിടെ ഈ കമ്മീഷൻ ഒക്കെ നോക്കുന്നത്? എത്ര ഫാസ്റ്റ് ക്ലാസ്സിൽ കാണാം. കുറച്ച് ടൈം എടുക്കും ആ ഒരു കാര്യം നോക്കാൻ വേണ്ടിട്ടേ. ബ്രോക്കറേജ് കാൽക്കുലേഷനും നമുക്കൊരു, അതുപോലെ തന്നെ ബ്രോക്കറുടെ പാനലിൽ എവിടെയാണ് നമുക്കത് കാണാൻ പറ്റുക എന്നുള്ളതും, ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതും അതിൽ എന്തൊക്കെ ചാർജസ് വരണം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ജോർജെ. ഓക്കെ സർ. ഓക്കെ താങ്ക് യു.